ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പാമ്പിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പാമ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഉടനെ ഓപ്പാമ്പിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇൻഫിനിറ്റി ഗെയിനാണ്, അതേപോലെ തന്നെ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻഫിനിറ്റ് CMRR, ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാരാമീറ്റേഴ്സ്, ഇപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ പാരാമീറ്റേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ഓപ്പാമ്പ് മേടിക്കുമ്പോൾ ഉടനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓപ്പാമ്പ് ഏതാണ്, അപ്പം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പല ഓപ്പാമ്പ്സ് ഉണ്ട്. 741 ഓപ്പാമ്പുണ്ട്, 714 ഓപ്പാമ്പുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഓപ്പാമ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതെന്താണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പാമ്പിൻ്റെ പല പാരാമീറ്റേഴ്സിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഇൻപുട്ട് ബയാസ് കറണ്ട്. എന്താണ് ഇൻപുട്ട് ബയാസ് കറണ്ട് എന്നുള്ളത്? അപ്പം ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പാമ്പിൻ്റെ ഇൻവേർട്ടിങ് നോൺ ഇൻവേർട്ടിങ് ടെർമിനൽസ് നമുക്കറിയാം അല്ലേ. ഇത് ഇൻവേർട്ടിങ് ടെർമിനൽ, ഇത് നോൺ ഇൻവേർട്ടിങ് ടെർമിനൽ. അതുവഴി ഒഴുകുന്ന കറണ്ടുകളുടെ ആവറേജ് ആണ് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻഫിനിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഹൈ ആണ് ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ കറണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുറവായിരിക്കും അല്ലേ. അതിൻ്റെ ബേസ് ഈ കറണ്ട് ആണെങ്കിലും IB പ്ലസ് ആണെങ്കിലും IB മൈനസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താ ഈ IB ബേസ്? അപ്പം നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ ട്രാൻസിസ്റ്റർ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരച്ചത് ഇതിൻ്റെ അകത്ത് ഈ ഇൻവേർട്ടിങ് നോൺ ഇൻവേർട്ടിങ് ടെർമിനൽസ് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെച്ചിട്ട് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെങ്കിലും ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ എവിടെ നമ്മൾ കൊടുക്കുന്നത്? ബേസിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് IB1 അല്ലെങ്കിൽ IB2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IB പ്ലസ് IB മൈനസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ബേസ് കറൻസ്. അപ്പോൾ ബേസ് കറൻസ് തീരെ കുറയാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് എന്താണ്? ഈ കറണ്ടുകൾ തീരെ കുറവായിരിക്കും. ഇതിൻ്റെ ആവറേജ് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും, ഇതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? അതായത് ഐഡിയൽ കേസിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് 0. വൈ? ബിക്കോസ് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് ബേസിൽ കറണ്ട് ഒഴുകത്തില്ല. IB = 0, IB1 0 ആണ്, IB2 0 ആണ്. അപ്പം ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ ബേസ് കറണ്ട് = ഇൻപുട്ട് ബയാസ് കറണ്ട് 0 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐഡിയൽ കേസിൽ അങ്ങനെ ആണെങ്കിലും നമ്മൾ സാധാരണ കേസിൽ എന്താണ്? അതൊരു നാനോ ആംബിയർ റേഞ്ച്, തീരെ കുറവാണ്, നാനോ ആംബിയർ റേഞ്ചിലായിരിക്കും ഈ ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 741 ഓപ്പാമ്പ് ആണെങ്കിൽ 500 നാനോ ആംബിയറും, 714 കുറച്ചും കൂടെ പ്രിസിഷൻ ഉള്ള ഓപ്പാമ്പാണ്. അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ കുറയും, 7 നാനോ ആംബിയർ. അപ്പോൾ തീരെ കുറവ്. നമ്മൾ 0 ആംബിയർ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ നമുക്കൊരു 500 നാനോ ആംബിയറോളം വരുന്നുണ്ട് നമ്മുടെ ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇൻപുട്ടിലെ ഇൻവേർട്ടിങ്ങിന് നോൺ ഇൻവേർട്ടിങ് ഇൻപുട്ടിൽ ഒഴുകുന്ന കറണ്ടുകളുടെ, ബേസിലൂടെ ഒഴുകുന്ന കറണ്ടുകളുടെ ആവറേജ് ആണ് എന്ത്? ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഇപ്പം മുമ്പ് നമ്മൾ കണ്ട ഇൻപുട്ട് ബയാസ് കറണ്ടിൻ്റെ എന്താ? ഇത് ഇൻപുട്ട് ബയാസ് കറണ്ട് ആണെങ്കിൽ ആ കറണ്ടുകളുടെ ആവറേജ് ആണ് ഇവിടെയെങ്കിൽ ആ കറണ്ടുകളുടെ ഡിഫറൻസ് ആണ് എന്ത്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 741 ഓപ്പാമ്പ് ആണെങ്കിൽ 200 നാനോ ആംബിയറും, 714C ഓപ്പാമ്പ് ആണെങ്കിൽ 6 നാനോ ആംബിയറും ആയിരിക്കും അതിൻ്റെ വാല്യൂസ്. ദെൻ അടുത്തതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് 0 ആക്കാൻ വേണ്ടി
ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണ് എന്ത്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു ഓപ്പാമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിച്ചപ്പം ഒരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഔട്ട്പുട്ട് കറണ്ട് ഈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0 വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 0. അങ്ങനെ നമ്മളൊരു കേസ് പഠിച്ചായിരുന്നു ഇല്ലേ, ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത്. അതായത് ഔട്ട്പുട്ട് 0 ആണ് എപ്പോൾ, ഇൻപുട്ട് 0 ആകുമ്പോൾ ഐഡിയൽ കേസിൽ. പക്ഷേ നോൺ ഐഡിയൽ കേസസിൽ ഔട്ട്പുട്ടിൽ ചെറിയൊരു വോൾട്ടേജ് കാണും, മില്ലി വോൾട്ടിലും മൈക്രോ വോൾട്ട് റേഞ്ചിലും ഒക്കെ എന്ത് വോൾട്ടേജ് കാണും, ഔട്ട്പുട്ടിലൊരു വോൾട്ടേജ് കാണും. മനസ്സിലായോ? ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എനിക്ക് 0 ആക്കണം. 0 ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും കൂടെ ആഡ് ചെയ്യത്തില്ലേ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എനിക്ക് കിട്ടേണ്ടത് 12 വോൾട്ടാണ്. ഓൾറെഡി നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ലെങ്കിലും അവിടെ ഒരു 1 മില്ലി വോൾട്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര ആയിരിക്കും? 12.001 എന്നായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ 12 വോൾട്ട് 1 മില്ലി വോൾട്ടും കൂടെ വരും അതിൻ്റെ അവിടെ. ചില കേസസ് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളത് അത്ര മൈൻഡ് ചെയ്യത്തില്ല. കാരണം വലിയൊരു വോൾട്ടേജ് വലിയൊരു വാല്യൂവിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ വാല്യൂ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ചില കേസസിൽ നമുക്കിത് നെഗ്ലിജിബിൾ അല്ലാത്ത കേസസ് വരും. അപ്പോൾ അവിടെ ഇത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എത്രയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ടൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലൊരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണെന്ത്, ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞത് ഔട്ട്പുട്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ്, ഔട്ട്പുട്ടിൽ വരുന്നൊരു വോൾട്ടേജ് ആണ്. എന്ത് കാരണം, അവിടെ നമ്മൾ ഇൻപുട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു +12 വോൾട്ട് -12 വോൾട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിവിടെ കാണിക്കാത്തതാണ്, അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അവർ കൊടുക്കുന്നത് കാരണം അവിടെ ഔട്ട്പുട്ടിലൊക്കെ ചില മില്ലി വോൾട്ടിലും മൈക്രോ വോൾട്ടിലും ഒക്കെ ഔട്ട്പുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഇൻപുട്ടിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ആ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണ് എന്ത്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇനിയും ഒരു ഓപ്പാമ്പ് എടുക്കുമ്പോൾ ഉടനെ നമ്മൾ പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 5നും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് മിനിമൈസിങ് എന്നാണ് ഇതിന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് അറിയുക, ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇൻപുട്ടൊന്നും കൊടുത്തില്ല, അപ്പോഴും ഔട്ട്പുട്ടിലൊരു ചെറിയ വോൾട്ടേജ് ഉണ്ട്, മില്ലി വോൾട്ടിലും മൈക്രോ വോൾട്ടിലും ഒക്കെ റേഞ്ചിലൊരു വോൾട്ടേജ് ഉണ്ട്. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ടിലൊരു വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യാം, ഒരു DC വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പക്ക 0 ആയിട്ട് മാറും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, അതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് വൺ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ഇൻപുട്ടിൽ ഇൻവേർട്ടിങ്ങിൽ നോൺ ഇൻവേർട്ടിങ്ങിൽ ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് കോമൺ മോഡ്. നമ്മൾ ഡിഫറൻഷ്യൽ മോഡെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അത് നമ്മൾ കൊടുക്കുമ്പോൾ ഉടനെ അതിൻ്റെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനിൻ്റെയും ആവറേജ് ആണ് എന്ത്, CMRR എന്ന് പറയുന്നത്. എന്താണ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ നമ്മൾ കൊടുക്കുന്നു, കോമൺ ആയിട്ട് കൊടുക്കുന്നു. ഈ ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും ഒരുപോലെ കൊടുക്കുന്നു. ഡിഫറൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു, ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു. ആ സമയത്തെ ഔട്ട്പുട്ട് ആ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, VOCM എന്ന് വിളിക്കുക അല്ലേ. അതായത് കോമൺ മോഡിലാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്, ഒരേപോലെയല്ല ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ VOCM എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ദെൻ ഇത് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും ഉണ്ട്, കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനും ഉണ്ട്. അപ്പം ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിന് എന്ന് പറഞ്ഞ പ്രത്യേകം എന്തായിരുന്നു, രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു ഇല്ലേ. ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, അപ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലായിരിക്കും. ഇനി കോമൺ മോഡെന്ന് വെച്ച മീനിങ് എന്താ, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഗെയിൻ ഇൻറ്റു ഈ ഇൻപുട്ട് മൈനസ് ഈ ഇൻപുട്ട്. സെയിം ഇൻപുട്ട് അല്ല കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗെയിൻ എന്തായിരിക്കും അവിടെ തീരെ കുറവാണ്.
മനസ്സിലായി പറഞ്ഞത്? കോമൺ മോഡിൽ ഗെയിൻ കുറവാണ്, ഡിഫറൻഷ്യൽ മോഡിൽ ഒരുപാട് കൂടുതലാണ്. കോമൺ മോഡിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും CMRR ഈസ് ഈക്വൽ ടു ഈസ് എ വെരി ലാർജ് ക്വാണ്ടിറ്റി. CMRR ഇൻഫിനിറ്റി. നമ്മൾ ഐഡിയൽ കേസ് നമ്മൾ പഠിച്ചില്ലേ, CMRR ഇൻഫിനിറ്റി ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഈസ് ഇൻഫിനിറ്റി. അപ്പം നമുക്കൊരു ഡൗട്ട് വരും, എന്താ ഈ സംഭവം എന്നതാ? നമ്മൾ ഇൻപുട്ടിലും ഇവിടെ ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് സെയിം ആയിട്ടൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അപ്പോഴത്തെ ഔട്ട്പുട്ട് അതല്ല ആക്ച്വലി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി ഓഫ് ആൻ ഓപ്പാം ടു റിജക്ട് ദ നോയിസ്. അതായത് നോയിസിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്പാമ്പിൻ്റെ കേപ്പബിലിറ്റിയാണ് ആക്ച്വലി എന്ത്? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതിന് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഓർക്കുക, ഇപ്പം ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നോയിസിൻ്റെ പ്രത്യേകത ഈ ഇൻവെർട്ടിങ്ങിലും അതേപോലെ തന്നെ നോൺ ഇൻവെർട്ടിങ്ങിലും സെയിം ആയിട്ടായിരിക്കും നോയിസുകൾ അഫക്റ്റ് ചെയ്യുന്നത്. ആ നോയിസുകളെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഓപ്പാമ്പിന് നല്ല കേപ്പബിലിറ്റി ഉണ്ട്. ഇതാണ് ആക്ച്വലി CMRR എന്ന് പറഞ്ഞാൽ. 741 ഓപ്പാമ്പിൽ 90 dB ആണ് അതിൻ്റെ CMRR. 714 ഓപ്പാമ്പിൽ 120 dB ആണ്. അപ്പോൾ ശരിക്കും CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് കേപ്പബിലിറ്റി ഓഫ് ആൻ ഓപ്പാം ടു റിജക്ട് ദ നോയിസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓപ്പാമ്പിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇൻപുട്ട് ബയാസ് കറണ്ട് എന്താണ്? ബേസിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. ആക്ച്വലി ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽസിലൂടെ കറണ്ട് ആക്ച്വലി ഒഴുകാൻ പാടില്ല. കാരണം എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ അതുവഴി ഒഴുകും. ആ ഒഴുകുന്ന കറണ്ട് എന്താണ്? നാനോ ആംബിയർ റേഞ്ചിലാണ്. അതിൻ്റെ ആവറേജ് ആണ് ആക്ച്വലി എന്ത്? ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബയാസ് കറണ്ട്സ് അല്ലെങ്കിൽ ബേസ് കറണ്ട്സിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഓഫ്സെറ്റ് കറണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ്? നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ല എങ്കിലും ഔട്ട്പുട്ടിൽ എന്തോ ആണ്? ചെറിയൊരു വോൾട്ടേജ് കാണും. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് മില്ലി വോൾട്ട് മൈക്രോ വോൾട്ട് റേഞ്ചിലായിരിക്കും. ദെൻ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആക്ച്വലി ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി ഓഫ് ആൻ ഓപ്പാം ടു റിജക്ട് ദ നോയിസ്. നോയിസിന് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്പാമ്പിൻ്റെ കേപ്പബിലിറ്റിയാണ് എന്ത്? ആക്ച്വലി CMRR. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? AD/ACM. ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ മീനിങ് എന്താ? നമ്മൾ സാധാരണ വോൾട്ടേജ് ഗെയിൻ അതെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച AD = V0/V1 - V2. V1-ലൊരു വോൾട്ടേജ്, V2-ലൊരു വോൾട്ടേജ്, V1 - V2. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കൊണ്ട് ഒരു ഗെയിൻ ഉണ്ട്, അത് ഹൈ ഗെയിൻ ആയിരിക്കും. ദെൻ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇൻപുട്ടുകൾക്ക് സെയിം വോൾട്ടേജ് കൊടുത്തു, ആ സമയത്ത് ഗെയിൻ ആണെന്ത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു, എന്നിട്ട് അവിടുത്തെ ഗെയിൻ എടുത്തു VCM/VCM. അതായിരിക്കും എന്ത്? കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗെയിനും എന്തായിരിക്കും? തീരെ കുറവായിരിക്കും, അല്ലെങ്കിൽ 0 നമുക്ക് പറയാം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. സോ CMRR ഈസ് ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് ദ പവർ ടു റിജക്ട് ദ നോയിസ്. മനസ്സിലായി പറഞ്ഞേ? നോയിസിനെ റിജക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഓപ്പാമ്പിന് ഉണ്ട്. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. 741 ഓപ്പാമ്പിന് ദ CMRR ഈസ് 90 dB. കുറച്ചും കൂടെ നന്നായിട്ട് കേപ്പബിലിറ്റിയാണ് 714 പ്രിസിഷൻ ടൈപ്പ് ഓപ്പാമ്പിന് 120 dB ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ റിമൈനിങ് പാരാമീറ്റേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു.